ഞാൻ അനിൽകുമാറിലേക്ക് പോകുന്നു. അനിൽകുമാർ, അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കിട്ടിയത്. ഇടക്കാല ഉത്തരവിലെ പേജ് നമ്പർ 78 ഭാഗം FGയിൽ പറയുന്നൊരു ഭാഗമുണ്ട്, ഞാനത് വായിക്കാം. It is further noted that as early as 2024, serious damage and removal of gold plating were recorded by the Devaswam Commissioner Devaswam Smith, despite articles carrying a 40-year warranty. This likely motivated the TDB officials to secretly entrust the idols to Mr. Unnikishan Potti in 2025 in an attempt to conceal the pilferage of 2019. This is a distinct possibility as revealed from the sequence of events. 2019 വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയാണോ 2025 ഇതേ ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ രഹസ്യമായി കൊടുത്തുവിട്ടത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അപ്പോൾ 2019 ദേവസ്വം ബോർഡ് മാത്രമല്ല, 2025 ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലേക്ക് വരികയാണോ അനിൽകുമാർ? അല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രത്യേകിച്ചൊരു ഉത്തരവിട്ടില്ലെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചന അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ബാധ്യതയും കഴിവുമുള്ള ഒരു പോലീസാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഭാഗം വെച്ച് നിഗമനങ്ങളിൽ എത്തേണ്ട ഒരു അത്യാവശ്യ സാഹചര്യവുമില്ല. മാത്രമല്ല, കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും അന്വേഷണത്തിൻ്റെ തത്വം സ്വതന്ത്രമായ അന്വേഷണമാണ്. നിങ്ങൾ ഇന്ന വഴിക്ക് പോകൂ എന്നുള്ളതല്ല കോടതി പറയേണ്ടത്. കോടതി പറയേണ്ടത് ഇതുവരെ ഞങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതികളെക്കുറിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ വിജിലൻസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണത്തിൻ്റെ കാര്യത്തിലും ഒരു പോരായ്മയും ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടില്ല. എന്നാൽ അതിനപ്പുറം കോടതി പറഞ്ഞതായി ബഹുമാനപ്പെട്ട അരുൺ ചൂണ്ടിക്കാണിക്കുന്നു. അതിനപ്പുറം പറയത്തക്കതായ എന്തെങ്കിലും വസ്തുതകൾ കോടതിയുടെ മുന്നിലില്ല. കോടതി എഴുതി കിട്ടിയ കടലാസിൻ്റെ മേലെയായിരിക്കും സാധാരണഗതിയിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. പക്ഷേ അരുണിവിടെ റിപ്പോർട്ട് ചെയ്തത് ഇത്തവണ പോറ്റിയുടെ പക്കൽ രഹസ്യമായി 2025 കൊടുത്തു വിട്ടു എന്ന് കോടതി പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട അരുൺ പറയുന്നു. അത് എത്രത്തോളം സത്യമാണ്? രണ്ടാമത്തെ ചോദ്യം, 40 കൊല്ലം വാറണ്ടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? 40 കൊല്ലം വാറണ്ടി എന്ന് പറഞ്ഞാൽ 40 കൊല്ലം തങ്ങൾ സ്വർണം പൂശിയ നില ഏതാണോ ആ നിലയിൽ അത് സംരക്ഷിക്കാനുള്ള ചുമതലയാണ് വാറണ്ടിക്ക്. നിങ്ങൾക്കിപ്പോൾ ഒരു TV ഉണ്ടെങ്കിൽ അതിന് വാറണ്ടി ഉണ്ടെങ്കിൽ ആ വാറണ്ടി പീരീഡിനകത്ത് എന്ത് കേട് വന്നാലും അവർ അത് പരിഹരിച്ചു തരും. ഇപ്പോൾ 40 കൊല്ലം വാറണ്ടി 40 കൊല്ലം ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചുമതല ആ കമ്പനിക്കാണ്. അതാണ് വാറണ്ടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി എന്താ മനസ്സിലാക്കിയെന്ന് എനിക്ക് അർത്ഥമില്ല. അപ്പോൾ 40 കൊല്ലം വാറണ്ടി കൊടുത്തപ്പോൾ തന്നെ 2019 ഇപ്പോൾ നമ്മുടെ മുൻപിൽ വന്നതുപോലെ യഥാർത്ഥ സ്വർണം പൂർണ്ണമായി അതിൽ ചേർക്കാതെ, മതിയായ അളവിൽ സ്വർണം ചേർക്കാതെ അത് പൂശി കബളിപ്പിച്ച് സ്വർണം അപഹരിച്ച് കൊടുത്തുവിട്ടതെന്തോ ആ കൊടുത്തുവിട്ടത് തന്നെ അതേപോലെ നിലനിർത്താനുള്ള ചുമതലയാണ് അവർ ഏറ്റെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2019 അപകടം നടന്നിട്ടില്ല എന്നല്ല, അപകടം നടന്നിട്ടുണ്ട്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. ഇതാണ് ഗവൺമെന്റ് അഭിപ്രായം. ആദ്യത്തെ ഭാഗത്ത് അനിൽകുമാർ പറഞ്ഞല്ലോ കോടതി എന്തുകൊണ്ട് ഇത് നിരീക്ഷിച്ചു എന്നുള്ളത്. 2019 ഇതേ പോലീസും ഇതേ ദേവസ്വം വിജിലൻസും നമുക്കുണ്ടായിരുന്നു. പക്ഷേ 4.5 കിലോയോളം തൂക്കത്തിൽ വന്ന കുറവ് അന്നാരും ശ്രദ്ധിച്ചില്ല അനിൽകുമാർ. ഈ പോലീസ് ശ്രദ്ധിച്ചിട്ടില്ല, ദേവസ്വം ബോർഡ് ശ്രദ്ധിച്ചിട്ടില്ല, ദേവസ്വം വിജിലൻസ് ശ്രദ്ധിച്ചിട്ടില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് അത് ശ്രദ്ധയിൽ വന്നത്. അതുകൊണ്ട് പോലീസും ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിലും മാത്രമായി നമുക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ വിശ്വസിക്കാൻ തരമില്ല. അല്ല, അപ്പോൾ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ ഹൈക്കോടതിക്ക് തന്നെ അവിടെ ഈ കമ്മീഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ശമ്പളം കൊടുക്കുന്ന ഹൈക്കോടതിയുടെ കമ്മീഷന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു അരവണ കേസ് ഓർക്കുന്നുണ്ടല്ലോ. ഒരു അരവണയിലെങ്ങാണ്ട് വിഷാംശം കൂടുതലാണ്, ഏലത്തിനകത്ത് കൂടുതലാണെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അത് പിടിച്ചയാൾക്കെതിരായിട്ട് ആ ലേലത്തിൽ തോറ്റുപോയ ആൾ കേസ് കൊടുത്തു. ഏതാണ്ട് 9 കോടി രൂപ ശബരിമലയ്ക്ക് പോയി. ശബരിമലയ്ക്ക് ഒരു കേസിൻ്റെ വിധിയിൽ ഒരു സ്റ്റേ വന്നപ്പം സുപ്രീം കോടതി പോയി അഴിക്കേണ്ടി വന്നു. പക്ഷേ അരവണയിൽ എത്ര കോടി പോയി?
നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവരും വളരെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് തെറ്റിദ്ധാരണ വേണ്ട. കോടതിയുടെ കാര്യത്തിലും അത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടി ഇവിടെ ദേവസ്വം ഞാൻ പറയട്ടെ, ഹൈക്കോടതിയിലെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് 2025 ഇതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് കൊടുത്തുവിട്ടത്. അതുകൊണ്ടാണ് സീക്രട്ട്ലി എൻട്രസ്റ്റ് എന്നൊരു പദപ്രയോഗം കോടതി നടത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ കോടതി തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 2019 കോടതിയെ അറിയിക്കാത്തതിന് കോടതിക്ക് പരാതിയില്ലേ? 2019 ഈ ക്രമക്കേട് നടന്നപ്പോൾ അവിടെ കോടതിയുടെ ആരെങ്കിലും മേൽനോട്ടമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു? ഹൈക്കോടതിയുടെ കമ്മീഷൻ അവിടെ ഉണ്ടായിരുന്നു? ഇതവിടെ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ ഹൈക്കോടതിയിലെ കമ്മീഷണർ ശ്രീ കുറുപ്പ് സാറിനെ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അക്കാലത്തെ വീഡിയോകൾ എടുത്ത് നോക്ക്, ഫോട്ടോ എടുത്ത് നോക്ക്. ഇവരാരും അറിയാതെ നടന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ 6 കൊല്ലം മുമ്പത്തെ ഒരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യണം. ക്രിമിനൽ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യണം. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ക്രിമിനൽ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ചർച്ച. നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു കാർഡിൽ കുറേ പടമൊക്കെ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. അരുണിൻ്റെ പടം ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനമായി. കാരണം എന്താ വെച്ചാൽ അരുണിൻ്റെ പടം ഉള്ളതുകൊണ്ട് അരുണിൻ്റെ വിശ്വാസ്യത ബാക്കിയുള്ളവർക്കുണ്ട്. പോറ്റിക്ക് ആ വിശ്വാസ്യത കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങേപ്പുറം വേറെ ഒരു പടം കൊണ്ടു, അത് എനിക്ക് തോന്നുന്നില്ല. അരുണിൻ്റെ പടം ഉള്ള കൂടെ പോറ്റിയുടെ പടം വെക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കൊരു വിശ്വാസ്യതയുണ്ട്. നമ്മൾ ഈ പടമൊക്കെ അടിച്ചിറക്കുമ്പോൾ അല്പം കൂടെ ശ്രദ്ധിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, 2025 ഏത് കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തെറ്റ് കണ്ടെത്തി? ആദ്യം അത് കോടതി പറയണം. 2025 ഇത് ഒറ്റയ്ക്കൊരു പോറ്റിയുടെ കൊടുത്തു വിട്ടോ? ഇല്ല. പോറ്റിയുടെ രഹസ്യമായി അറിയിച്ചില്ല. 2 തൂക്കത്തിൽ വന്നിരിക്കുന്ന ഭാരം അടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇതൊന്നും ആരും അറിയിച്ചിട്ടില്ല. ഇത് വീഴ്ച സംഭവിച്ചതിനെ കുറിച്ച് ആദ്യം ബോധ്യപ്പെടുന്നത് അവിടെയാണല്ലോ. ദേവസ്വം കമ്മീഷണർ ഇത് അറിയിച്ചില്ല എന്നുള്ള കാര്യം. ഞാൻ അങ്ങിലേക്ക് വരാം. അത് നമുക്ക് 2ാം ഘട്ടത്തിലേക്ക് എടുക്കാം. ആദ്യ ഭാഗത്തിൽ എനിക്ക് മറ്റു അതിഥികളിലേക്ക് ഒറ്റ കാര്യം പറഞ്ഞിട്ട് 2025 തൂക്കം കുറഞ്ഞില്ല. 2019 കുറഞ്ഞ തൂക്കത്തെ കുറിച്ച് 2025 ആരും തന്നെ സംശയിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു ചർച്ച ചെയ്യുമ്പം ചർച്ചയ്ക്ക് ആളുകൾക്ക് മനസ്സിലാക്കാനാണ് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. 2025 തൂക്കം കുറഞ്ഞില്ല. 2025 പോറ്റി ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോയില്ല. 2025 ഉദ്യോഗസ്ഥന്മാരാണ് കൊണ്ടുപോയത്. ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്ന മുമ്പ് സ്മിത്ത് അതുപോലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഇളക്കിയെടുത്തപ്പോൾ തൂക്കമുണ്ട്. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കമുണ്ട്. 2025 മാതൃകയിൽ 2019 കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്, സാങ്കേതികമായതുകൊണ്ടാണ് അതുകൂടി ചോദിച്ചിട്ട് ഞാൻ ശ്രീകുമാറിലേക്കും വരാം. എന്റെ ചോദ്യം ഇതാണ്. കോടതിയുടെ ഇന്നത്തെ ഇടക്കാല ഉത്തരവിലും പറയുന്നുണ്ട്, ആ ഡേറ്റ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 30/7/2025 ദേവസ്വം കമ്മീഷണർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ലാക്ഡ് ദി റിക്വിസിറ്റ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് എന്നാണ്. 30/7/2025. പക്ഷേ 7 ദിവസം കൊണ്ട് കമ്മീഷണർ ഈ തീരുമാനം തിരുത്തുന്നു. അത് കോടതി അത്ഭുതപ്പെടുകയാണ്. എന്നിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 3/9/2025 ഈ സ്വർണ്ണപ്പാളികൾ ഹാൻഡഡ് ഓവർ ദ ദ്വാരപാളിക ആൻഡ് താങ്ങുപീഠം ടു ദ സ്പോൺസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം കമ്മീഷണർ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് ഒരു കത്ത് പുറത്ത് നൽകിയിട്ടുണ്ട്. അതെന്തിനായിരുന്നു? അതെ, അദ്ദേഹം സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം കത്തെഴുതുന്നുള്ള സത്യമാണ്. അത് കഴിഞ്ഞിട്ട് ആരാ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയത്? അതേ ഉദ്യോഗസ്ഥനാണ്, അതേ തിരുവാഭരണ കമ്മീഷണറാണ്. അവർ ഇത് കൂടെ കൊണ്ടുപോയി എന്താണോ അവിടെ നോക്കി കേടുപാട് നോക്കിയത് അത് പരിഹരിച്ച് ധരിച്ചു എന്നാണോ അങ്ങ് പറയുന്നത്? ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് എന്ന മട്ടിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇത് അന്ന് ആ ദേവസ്വം കമ്മീഷണർ ചൂണ്ടിക്കാട്ടി അവർക്ക് എക്സ്പെർട്ട്നെസ് ഇല്ല എന്നുള്ള വിവരം. അതെ, അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ആ ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ തിരുവാഭരണമായിട്ട് ദ്വാരപാലക ശില്പങ്ങളുമായിട്ട് ചെന്നൈയിൽ പോയി. പക്ഷെ ഉത്തരവിട്ടത് ദേവസ്വം ബോർഡാണ്. സ്മാർട്ട് ക്രിയേഷൻസ് തട്ടിപ്പ് നടത്തിക്കോട്ടെ. പറയട്ടെ അല്ലല്ല, ദേവസ്വം ബോർഡ് ചെയ്തൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കണം. പോറ്റ് കൊണ്ടുപോകണം എന്നല്ല ഉത്തരവ്. 2025 ഉത്തരവ് ഉദ്യോഗസ്ഥർ നിർവഹിക്കണം. ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി, കുഴപ്പമില്ലാതെ തിരിച്ചു കൊണ്ടുവന്നു. 2019 ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കാനാണ് ഉത്തരവ്. ദേവസ്വം ബോർഡിന്റെ തീരുമാനം അട്ടിമറിച്ചിട്ടുണ്ട്. സെക്രട്ടറി എന്ന് പറയുന്ന ഒരു വനിതയുണ്ടല്ലോ, അവരാ തീരുമാനം
ആ ബോർഡിന് മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ബോർഡ് യോഗം ചേർന്നു. എന്നിലാ ആ minutes ഉണ്ട്. ബോർഡിലെ മാനേജർ നിങ്ങൾക്കൊരു വളരെ വ്യക്തമായിട്ട് അതിൽ കൂടുതലൊന്നും ചേർത്തിട്ടില്ല. കൊടുത്തുവിടണം എന്ന് അതിനകത്ത് എഴുതി എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റതും അത് തന്നെയാണ്. വായിച്ചെടുത്താൽ മനസ്സിലാക്കുക. പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. നമുക്ക് 2-3 വിഷയങ്ങളുണ്ട്. ഇപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങ് നിലപാട് വ്യക്തമാണ്. അങ്ങ് തെറ്റ് പറഞ്ഞിട്ട് പോരുത്. അങ്ങ് തെറ്റ് പറയാത്ത ആളാ. അങ്ങ് തെറ്റ് പറയാത്ത ആളാ. അങ്ങ് തെറ്റ് പറയാത്ത ആളാ. തെറ്റ് പറയാത്ത ആളാ. അതുകൊണ്ട് ഞാൻ പറയാം, ആ തെറ്റ് പറയാത്ത ആളാ. ഒരിക്കലും തെറ്റ് പറയാത്ത ഒരാളായിട്ട് ഞാൻ കാണുന്നത്. തെറ്റ് പറ്റി സമ്മതിക്കാം. എൻ്റെ പോയിന്റ് ഇതാണ്. ആരുടെ ഉത്തരവാദിത്വത്തിൽ? തിരുവാഭരണ കമ്മീഷണർ, എഞ്ചിനീയർ, സ്മിത്ത്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഈ 4 ആളുകളുടെ കൂട്ടായ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുവരാനല്ലേ ഉത്തരവ്? അതല്ലേ ദേവസ്വം ബോർഡ് തീരുമാനം? അതിനപ്പുറം ഒരു തീരുമാനം ഉണ്ടോ? 2019 ഉത്തരവ് വായിച്ചു നോക്ക്. പോറ്റിക്ക് കൊടുത്തുവിടാനല്ല, ഈ ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കുന്നത്. അത് കറക്റ്റാണ്. അതിലേക്ക് തർക്കമില്ല. അത് പോറ്റിയുടെ കയ്യിലല്ല കൊടുത്തുവിട്ടത്. അത് ഉദ്യോഗസ്ഥന്മാരാണ് കൊണ്ടുപോയത്. പോറ്റിയെ അതിലെങ്ങും സന്നിധാനം തടുപ്പിച്ചിട്ടില്ല. അത് വാസ്തവമാണ്. പക്ഷേ നേരത്തെ കമ്മീഷൻ എടുത്ത തീരുമാനം 7 ദിവസം കൊണ്ട് തിരുത്തുന്നു. വളരെ പെട്ടെന്ന് ദേവസ്വം ബോർഡ് അതിൽ ഇടപെടുന്നു. പ്രസിഡന്റ് അത് വേഗത്തിലാക്കാൻ പറയുന്നു. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. ഞാൻ അങ്ങിലേക്ക് വരാം. Debate with Dr. Arun Kumar.